അപ്പോൾ എൻ്റെ ചാനലിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഇന്ന് ഞാൻ ദാണ്ടെ കുറച്ച് നാൾ മുന്നേ വൈറലായ നോൺ ബേക്ക് ചീസ് കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. ആദ്യമേ ദാണ്ട് ഞാനിവിടെ ബിസ്ക്കറ്റ് നന്നായിട്ടൊന്ന് ഫൈനായിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ മിക്സിയിൽ. ഞാൻ ഇവിടെ ആഡോ റൂട്ടിൻ്റെ ബിസ്ക്കറ്റാണ് കേട്ടോ എടുത്തേക്കുന്നത്. അതിലേക്ക് ഞാൻ തന്നെ മെൽറ്റഡ് ബട്ടർ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അത് രണ്ടാമത് ഞാൻ ഒഴിക്കുന്നത് കുറച്ചും കൂടി ആവശ്യമായിട്ട് വന്നു. എന്നിട്ട് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്തിട്ട് നമുക്കൊരു ലെയറായിട്ട് ബേസ് ഉണ്ടാക്കിയെടുക്കണം. എന്നിട്ട് അത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് സെറ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് വേണ്ടത് ചീസാണ് കേട്ടോ. ചീസിന് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് പനീറാണ്. അതായാലും മതി കേട്ടോ, കോട്ടഡ് ചീസാണല്ലോ പനീർ. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുറച്ച് ക്രീമും കുറച്ച് കണ്ടൻസ് മിൽക്കും കൂടി ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുത്താൽ നമ്മുടെ ചീസ് റെഡിയായിട്ടോ. ക്രീം ചീസ് റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് വേണ്ടത് ഒരു ടോപ്പിങ്ങിന് വേണ്ടിയിട്ട് ചോക്ലേറ്റ് സിറപ്പാണ് കേട്ടോ. അതിനിവിടെ എടുത്തേക്കുന്നത് ഞാൻ ചോക്ലേറ്റ് ആണ്. നിങ്ങൾക്ക് വേണമെന്നെങ്കിൽ ഡയറി മിൽക്കൊക്കെ മെൽറ്റ് ചെയ്തിട്ട് എടുക്കാം. ഞാൻ എന്തായാലും ഇവിടെ ചോക്ലേറ്റ് സിറപ്പ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീമും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ദാണ്ടെ ടോപ്പിംഗ് ചെയ്താൽ മാത്രം മതി. നമ്മൾ സെറ്റ് ചെയ്യാൻ വെച്ചിരുന്ന ബിസ്ക്കറ്റിൻ്റെ മുകളിലേക്ക് ആ ക്രീം ചീസും കൂടി ഒന്ന് ആഡ് ചെയ്തിട്ട് അതിലേക്ക് ടോപ്പിംഗ് ആയിട്ട് ചോക്ലേറ്റിൻ്റെ ഈ സിറപ്പും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം തന്നെ നമ്മുടെ നോൺ ബേക്കഡ് ചീസ് കേക്ക് റെഡി ആയി കഴിഞ്ഞു കേട്ടോ. ഇത് കുറച്ച് നേരം ഞാൻ കൂൾ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് കൂളാക്കിയതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. നല്ല ടേസ്റ്റായിരുന്നു. ഞാനിത് അത്ര അങ്ങോട്ട് ഫ്ലോപ്പ് ആവുമെന്ന് വിചാരിച്ച സംഭവമാണ്. പക്ഷേ ഇതെന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ. എന്തായാലും ഒരു വട്ടമെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ഇവിടെ പനീർ എടുത്തേക്കുന്നതെന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കോട്ടഡ് ചീസ് തയ്യാറാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഈസി ഓപ്ഷനായിട്ട് കേട്ടോ ഞാൻ പനീർ എടുത്തത്. ഇതുപോലെ തന്നെ ഞാൻ മാംഗോയിലൊന്ന് ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് മാംഗോ ചീസ് കേക്ക്. അതിന് ഇതുപോലെ തന്നെ സെയിം ആയിട്ട് ആരോ റൂട്ടിൻ്റെ ബിസ്ക്കറ്റ് ഇതുപോലെ ഫൈനായിട്ട് ഞാനൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് അത്യാവശ്യം കൂടുതൽ ക്വാണ്ടിറ്റി എടുത്ത്, കാരണം മാംഗോ ആയതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് അധികം ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നേരത്തെ പ്രോസസ്സിങ് പോലെ തന്നെ ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ. എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ആക്കിയതിന് ശേഷം ഇതുപോലെ നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. നമുക്ക് മാംഗോ ചീസ് റെഡിയാക്കി എടുക്കാം. അതിന് നേരത്തെ ഞാൻ ചീസ് ഉണ്ടാക്കിയെടുത്ത ജാറിലേക്ക് തന്നെ മാംഗോ സ്ലൈസസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നേരത്തെ ഞാൻ അടിച്ച് വെച്ച് നമ്മുടെ പനീറിൻ്റെ ആ ചീസില്ലേ അതൊന്ന് ആഡ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് കണ്ടൻസ് മിൽക്കും പിന്നെ കുറച്ച് ഫ്രഷ് മിൽക്കും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതാണ്ട് നമ്മുടെ മാംഗോ ചീസ് റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിതിന് വേണ്ടത് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി മതി. അതായത് ഇതിൻ്റെ ടോപ്പിങ്ങിൽ ആഡ് ചെയ്ത് കൊടുക്കാം മാംഗോ പ്യൂരി. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ വെറും സിമ്പിൾ മാത്രമാണ്. കുറച്ച് മാംഗോയും കൂടി എടുത്തിട്ട് ശകലം പഞ്ചസാരയോ അല്ലെങ്കിൽ ഒന്നുമില്ല മധുരമുള്ള മാമ്പഴമാണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്ന് അടിച്ചെടുത്ത് പ്യൂരി റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇനി റെഡിയാക്കി വെച്ചേക്കുന്ന ബിസ്ക്കറ്റിൻ്റെ മുകളിലേക്ക് നമുക്ക് മാംഗോ ചീസിൻ്റെ ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ലെവലൊക്കെ ആക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ പ്യൂരിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ മാംഗോയുടെ. ശരിക്കും പറഞ്ഞാൽ മാംഗോ എനിക്ക് അധികം ഇഷ്ടപ്പെടുമെന്ന് വിചാരിച്ചാൽ അധികം ഉണ്ടാക്കിയിട്ട് മാംഗോ അത്ര എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഇതിനെക്കാട്ടിലും ചോക്ലേറ്റ് ആയിരുന്നു കേട്ടോ ഇഷ്ടപ്പെട്ടത്. അപ്പോൾ നിങ്ങൾ എന്തായാലും തയ്യാറാക്കി നോക്കിയിട്ട് കമൻറ്റിലൂടെ അഭിപ്രായം പറയണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ഷെയറും ചെയ്യണം. അതോടൊപ്പം നിങ്ങൾ എൻ്റെ ചാനലിലേക്ക് ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോവല്ലേ.